നമ്മൾ ഇന്നുള്ളത് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ സ്റ്റുഡിയോയിലാണ്. നിങ്ങളുടെ ഡ്രീം ഹോമിന് വേണ്ട സ്പെസിഫിക്കേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാനും ഡിസൈഡ് ചെയ്യാനും ഉള്ള ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ സോർട്ട് ഓഫ് പ്ലേസ് ആണിത്. ഇവരുടെ തന്നെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ക്രിയേറ്റ് ചെയ്ത ഫൈൻലി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്മാൻഷിപ്പും അതുപോലെ ഡീറ്റെയിലിംഗ് ഒക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫൈൻ. ഇത് കൊട്ടേഷൻ ഫൈനലൈസ് ആയതാണല്ലേ? ഓക്കെ ഓക്കെ. ഹായ്, നൈസ് മീറ്റിംഗ് യു. ഞാനൊരു ഇന്റീരിയർ ഡിസൈനിന്റെ കേസ് ചോദിക്കാൻ, നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പ്രോസസ്സ്, എങ്ങനെയാണ്? നമ്മുടെ താഴെ സ്റ്റുഡിയോ കണ്ടല്ലോ അല്ലേ? നമ്മൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസൈനിങ് നടക്കുന്നതും പിന്നെ നമ്മുടെ ഡിസ്കഷനൊക്കെ നടക്കുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ വൺസ് നമ്മൾ ഡിസൈനൊക്കെ നോക്കി നോക്കിയാൽ നമ്മൾ മെറ്റീരിയൽ സെക്ഷൻ ഇവിടെ ഡിസ്പ്ലേ അവൈലബിൾ ഉണ്ട്. നമ്മുടെ കാറ്റലോഗ്സ് എല്ലാം ഇവിടെയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ 2D ഡ്രോയിങ്സും ഒക്കെ 3D നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് ലൈവായിട്ടാണ് നമുക്ക് എഡിഷൻസ് നടത്താനും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. വൺസ് ഫയൽ ഇവിടെ സേവ് ചെയ്യുന്ന ഫൈനൽ ഡ്രോയിങ് സേവ് ചെയ്ത ഓൺ ദ സ്പോട്ട് തന്നെ ഫാക്ടറിയിൽ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രോസസ്സാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പൊ ഏത് നമ്മളിങ്ങനെ കസ്റ്റമറിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടാണോ ഈ പ്രോസസ്സ്? അതെ അതെ, നമുക്ക് അകത്ത് ഇരുന്ന് ഓഫീസ് റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇനിഷ്യൽ ഒരു സൈറ്റ് വിസിറ്റ് വരുന്നുണ്ട്. അപ്പം വൺസ് നമ്മൾ ഒരു കസ്റ്റമർ നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിഷ്യൽ ഒരു സൈറ്റ് വിസിറ്റ് അവൈലബിൾ ആക്കുന്നതാണ്. സോ നമ്മൾ ഡിസൈനർ പോയി സൈറ്റ് കാണുമ്പോൾ കസ്റ്റമറായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആ നീഡ്സും നമ്മുടെ കസ്റ്റമറിൻ്റെ സജഷൻസും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഡ്രോയിങ്സിലോട്ട് കിടക്കുന്നത്. അപ്പോൾ വൺസ് ഡ്രോയിങ്സ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫൈനലായിട്ട് ഒരു സൈറ്റ് വിസിറ്റും കൂടെ വരുന്നുണ്ട്. ആ ഫൈനൽ സൈറ്റ് വിസിറ്റിലാണ് നമ്മൾ ഫൈനൽ ഡ്രോയിങ്സും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രൊഡക്ഷനിൽ അയക്കാവുന്ന രീതിയിലുള്ള മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി വരുന്നത് 2 സൈറ്റ് വിസിറ്റ് എന്തായാലും വരുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും ഡിസൈനേഴ്സ് പോയി സൈറ്റിൽ പോയി കണ്ട് വർക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാറുമുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പം മാം എങ്ങനെയാണ് നമ്മൾ ഏത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള കേസസ് ആണ് ഇവിടെ എടുക്കാറുള്ളത്? നമ്മൾ എല്ലാ ടൈപ്പ് ബഡ്ജറ്റും കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ മിനിമം ഒരു ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് വേണം. ലൈക്ക് ഒരു ഫുൾ കിച്ചൺ വേണം, അല്ലെങ്കിൽ ഒരു 4-5-6 വാർഡ്രോബ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യും. നമുക്ക് ഇൻ ഹൗസ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ പ്രോജക്ട്സിലും നമ്മുടെ സ്കോപ്പ് ഓഫ് വർക്ക് കൺസിഡർ ചെയ്തിട്ട് പ്രോജക്ട്സ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യാറുള്ളൂ. അറ്റ്ലസിന്റെ എക്സ്പീരിയൻസ് സെന്റേഴ്സ് ആൻഡ് സ്റ്റുഡിയോസ് കൊല്ലത്തും കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഉണ്ട്. സോ മേക്ക് ഷുവർ യു ഗിവ് ദം എ വിസിറ്റ് ആൻഡ് മേക്ക് യുവർ ഡ്രീം ഹോം കം എ റിയാലിറ്റി. നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സിൻ്റെ എല്ലാ വിഷ്വൽസും ഞാൻ കഴിഞ്ഞു. ഇപ്പോൾ വി ആർ ഇൻ ദ ഫാക്ടറി. നമ്മുടെ അറ്റ്ലസിൻ്റെ ഫാക്ടറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ആർ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റഡ് ഫാക്ടറി. ഇറ്റ്സ് കംപ്ലീറ്റ് മെഷീനറീസ് ആൻഡ് അവർ ഡിസൈനിങ് സെക്ഷൻസ് ഈസ് ഇൻ്റഗ്രേറ്റഡ്. ഇപ്പോൾ നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സിൽ ഡിസൈനേഴ്സ് ഇരിക്കണം. നമ്മുടെ ഫാക്ടറിയും ഇൻ്റർ കണക്റ്റഡ് ആണ്. അല്ല, ഫാക്ടറിയിലെ മെഷീനറീസും അതുപോലെ ഫുൾ ഓട്ടോമൈസ്ഡ് മെഷീനറീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഹൈലൈറ്റ് മെഷീനാണ് ഇറ്റ്സ് ബീംസോ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പാനൽ ബോർഡ്സ് അറ്റ് എ ടൈം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഫിനിഷിങ്, നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ബ്ലേഡിൻ്റെ ക്വാളിറ്റി എല്ലാം ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഓരോ പാനൽസും കട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ചിപ്പിങ്സ് കാര്യങ്ങളെല്ലാം വരാറുണ്ട്. നമ്മൾ ഈ മെഷീൻസിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ചിപ്പിങ് കാര്യങ്ങളൊന്നും വരില്ല. ഇത് നേരെ നമുക്ക് ആ ഡിസൈനിങ് സെക്ഷനിൽ നേരെ സേവ് ചെയ്യുമ്പോൾ ഇവിടെ ബാർകോഡ് ത്രൂ ആണ് ഇവിടുത്തെ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. ജസ്റ്റ് ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രോയിങ്സ് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ ആ ഡ്രോയിങ്സിൽ തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത്, ഓരോ ബോർഡ് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് എന്ന് ഈ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക് എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റിനും ഓരോ സൈസിൽ എങ്ങനെയൊക്കെയാണ് ഈ ബോർഡ്സ് കട്ട് ചെയ്യേണ്ടതെന്നെല്ലാം മെഷീൻസ് തന്നെ നമുക്ക് പറഞ്ഞു തരും. അതിനനുസരിച്ച് തന്നെ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ ഒരു മെഷീൻ്റെ ഹൈലൈറ്റ്. ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് വരുന്നതാണ് എഡ്ജ് ബാൻഡിങ് മെഷീൻ. ഇത് എഡ്ജ് ബാൻഡിങ് മെഷീനാണ്. എഡ്ജ് ബാൻഡിങ് മെഷീനാണ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. കാരണം ഓരോ ബോർഡ്സും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ഈ എഡ്ജ് നമുക്ക് കറക്റ്റായിട്ട് ബാൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബാക്കി ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം വരും. അപ്പോൾ ഇതും നമ്മളൊരു ബാർകോഡ് സ്കാനാണ്. അവിടുന്ന് നമുക്ക് കഴിയുമ്പോൾ ഇതുപോലത്തെ ബാർകോഡ്സ് എല്ലാത്തിലും വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ മെഷീനും ഇതുപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ എഡ്ജ് ബാൻഡിങ് ഇതിൽ കറക്റ്റായിട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാലും അടുത്തതും വരുന്നത് നമുക്ക് മൾട്ടി ബോറിംഗ് ആണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇൻ ഇൻറ്റീരിയർ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമുക്കതും ഓട്ടോമൈസ്ഡ് മെഷീൻസ് ആണ് ചെയ്യുന്നത്. മൾട്ടി ബോറിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന 6 ഹെഡഡ് മെഷീനാണ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെർട്ട് ടെക്നീഷ്യൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇതും ഒരു ബാർകോഡ് സ്കാനിങ്ങിലൂടെ നമുക്ക് ഓരോ പാനൽസും ഓരോ ബോർഡ്സും
ഇതുപോലെ മൾട്ടി ബോറിംഗ്, അതായത് ബോർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. നോക്ക് ഡൗൺ ഫർണിച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, കാരണം വി ആർ നോട്ട് യൂസിങ് എനി സ്ക്രൂസ്. അപ്പോൾ സ്ക്രൂസ് ഒന്നും വെളിയിൽ കാണാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു മെഷീനാണ് ഈ മെഷീന്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും ഈ മെഷീനിൽ. ഇത് നമ്മുടെ പാക്കിംഗ് മെഷീനാണ്. ഇവിടുന്ന് വൺസ് നമ്മുടെ ബോറിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ടേബിൾ വർക്കാണ് വരുന്നത്. നമ്മുടെ ടേബിളിലാണ് പിന്നെ ബാക്കി അസംബ്ലിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞ് വൺസ് ടേബിൾ വർക്ക് കഴിഞ്ഞാൽ നേരെ ഈ സെക്ഷനിലാണ് വരുന്നത്. ഈ സെക്ഷനാണ് ഇറ്റ്സ് മെയിൻലി ഫോർ പാക്കിംഗ്. നമുക്ക് പാക്കേജ് ചെയ്ത് അതും ഇതുപോലത്തെ ഓരോ സ്കാനിങ് ആണ്, ഓരോ പാർട്ട് എങ്ങനെയൊക്കെ പാക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ പാർട്ടായിട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പാക്കിംഗ് സെക്ഷനും കൂടിയാണ് നമുക്കിവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്, എവർ ഫസ്റ്റ് ഇതാണ് പ്രോസസ്സ് വരുന്നത്. കോൾഡ് പ്രസ്സിംഗ് ആണ്. നമുക്ക് ഓരോ ബോർഡ്സ് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ മേളിൽ എന്ത് ഫിനിഷാണ്, ഈവൻ മൈക്ക, വിനീർ ഇങ്ങനത്തെ ഫിനിഷസ് എല്ലാം പ്രസ്സിങ്ങിനിടുന്നത് നമ്മൾ ഈ ഒരു മെഷീനിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ബാക്കി ബീംസൊക്കെ കയറുന്നതും അവിടുന്ന് ബാക്കിയുള്ള ഓരോ പ്രോസസ്സുകളും ഇൻറ്റീരിയറിൽ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇതെല്ലാം കൈകൊണ്ട് ഹാൻഡ് പ്രസ് ചെയ്യുന്നവരുണ്ട്. ഹാൻഡ് പ്രസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് കണ്ടീഷനൊക്കെ വരുമ്പോൾ നോർമലി സ്റ്റിക്ക് ആവില്ല. അപ്പോൾ ഈ ഒരു മെഷീൻ എന്ന് പറയുമ്പോൾ ഓവർ 100 ടൺ വെയിറ്റിലാണ് നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്നത് ഓരോ ബോട്ട്. പെയിൻറ്റ് ബൂത്ത് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും വെളിയിലൊക്കെ നിന്ന് പെയിൻറ്റ് ചെയ്യും. പക്ഷേ നമ്മളൊരു ഇൻറ്റീരിയർ പ്രോസസ്സിന് അതിൻ്റെ ഫിനിഷിംഗ് കിട്ടുന്ന എപ്പോഴും ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഏരിയയിൽ വേണം നമ്മൾ ആ പ്രോസസ്സ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇവിടെ വാട്ടർ ബോഡീസ് ഡസ്റ്റ് എല്ലാം അബ്സോർവ്, നമുക്ക് ബാക്കി വരുന്ന വാട്ടർ വേപ്പേഴ്സ് എല്ലാം അബ്സോർവ് ചെയ്യാനുള്ള ബാക്കിയുള്ള പെയിൻറ്റിങ് പ്രോസസ്സ് എൻ്റയർലി ഇവിടെ നിന്നാണ്, ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനുള്ളതാണ് ചെയ്യാം. പിന്നെ വൺ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡ്രൈയിങ് ഏരിയയൊക്കെയാണ് നമ്മൾ വരുന്നത്. ഡ്രൈയിങ് ഏരിയ പ്യൂർലി ഫോർ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതെല്ലാം നമ്മൾ ലോങ് ടേം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് അവരുടെ ഡ്രീം ഹോം എന്ന കൺസെപ്റ്റ് ഫുൾഫിൽ ചെയ്ത് നമ്മൾ ഈ ചെയ്യുന്നത്. ഓരോ പ്രോസസ്സിനും അതിൻ്റേതായുള്ള സ്പെസിഫൈഡ് മാനുഫാക്ചറിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രോസസ്സും ഇൻറ്റീരിയറിൽ വരുന്ന ഓരോ പ്രോസസ്സും നമ്മൾ ഈ ഫാക്ടറിയിൽ നമ്മൾ ചെയ്ത് നൽകുന്നത്. അറ്റ്ലസ് എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ടും ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അലൂമിനിയത്തിലും ചെയ്യുന്നുണ്ട്. വി ആർ ദ മാർക്കറ്റ് ലീഡേഴ്സ് ഫോർ പാസ്റ്റ് 25 years. നമ്മുടെ തുടക്കം 1999 UAE-ലാണ്. അന്ന് മുതൽ ഇന്ന് വരെ അലൂമിനിയം മോഡുലാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വി ആർ ദ നമ്പർ 1. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്പർ 1 ആവാൻ കാരണം ഇതിൽ ഉപയോഗിക്കുന്ന പ്രൊഫൈൽസ് എല്ലാം നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ്. പൗഡർ കോട്ടഡ് അലൂമിനിയം ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ പല ഷീറ്റുകളും ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എക്സലൻ്റ് ആണ്. നമുക്ക് ലൈഫ് ടൈം ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇവിടെ നിങ്ങൾക്ക് അറ്റ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നത്.